ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ വീടിൻ്റെ ഹോം ടൂറാണ്. അപ്പോൾ 7 സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ വീട് നിൽക്കുന്നത്. ഇതാ കയറി വരുമ്പോൾ തന്നെ ഒരു കാർ പോർച്ച് ഉണ്ട്, അതുപോലെ നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ട് രണ്ട് വശത്തായിട്ട് ഇരിക്കാൻ 2 ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കസേര സ്റ്റൂളോ ഒന്നും ഇപ്പോൾ തൽക്കാലം വെച്ചിട്ടില്ല. പിന്നെ ഇതാ കയറി വരുന്നിടത്ത് ഒരു പ്ലാന്റും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാർ പോർച്ചിൻ്റെയും ഈ സിറ്റ് ഔട്ടിൻ്റെ തൂണിനും നമ്മൾ ടെസ്റ്റഡ് പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു വലിയൊരു വിശാലമായൊരു ലിവിങ് ഹാളിലേക്കാണ്. ലിവിങ് ഹാൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ, അതുകൊണ്ട് ഏതായാലും സൗകര്യമായി. പിന്നെ ഇവിടെ റോംബ്ലൈൻസ് കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ഡോറിൻ്റെയും അപ്പുറത്തുള്ള ഒരു 4 ഡോറിൻ്റെയും വിൻഡോയാണ് കേട്ടോ വരുന്നത്. പിന്നെ ചിക്കു കളറോ ക്രീം കളറോ ഏത് കളറോ ഇതിന് പറയാമെന്നറിയില്ല. ഈ സോഫ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ മേടിച്ചതാണ്. മേടിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാവുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ അങ്ങനെ ഒന്നും നോക്കിയില്ല, അങ്ങനെ മേടിച്ചു. അതിന് മാച്ച് ആയിട്ടുള്ള ഒരു റോംബ്ലൈൻസ് കർട്ടനും കൂടെ അങ്ങനെ സെറ്റാക്കി കേട്ടോ. പിന്നെ ഇതിൻ്റെ വുഡിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ടീപ്പോയി അതുകൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ പഴയ വീട്ടിലേക്ക് വാങ്ങിച്ച സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതും ഇവിടെ തന്നെയാണ് കൊടുത്തത്. ഏതായാലും ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് അതും നമ്മൾ ലിവിങ്ങിൽ തന്നെ കൊണ്ടുവച്ചിട്ടിരുന്നു. ആദ്യം ഇത് നമ്മൾ ഡൈനിങ്ങിലായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഇവിടെ ഒരു ഷോ കേസ് ഉണ്ട്. ഇതിൽ കുട്ടികളെ കുറച്ച് കാർ കളക്ഷനും അതുപോലെ മൊമെൻ്റെയും ട്രോഫി ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ അതിനകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്, സ്നേക്ക് പ്ലാന്റ്. അത് ജീവനുള്ളത് തന്നെയാണ്. പിന്നെ 2 സീലിങ്ങും ചെയ്തിട്ടില്ല, നമ്മൾ 2 ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചുമരിലായിട്ട് ഒരു കാലിയോഗ്രാഫി കൊടുത്തിട്ടുണ്ട്, അല്ലാഹു അഹദ് എന്നുള്ള. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലിവിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ലിവിങ്ങിന് പാർട്ടീഷൻ ഇല്ല, ഫെർഗോൾ അതൊന്നുമില്ല. ഇത് നമ്മൾ ഒരു പഴയ വീട് മേടിച്ചതാണ്. അപ്പം അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കയറ്റിയതാണ്. പിന്നെ ഇത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ മാറ്റിയെന്നുള്ളൂ കേട്ടോ. പിന്നെ അതാ അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മൾ ഡൈനിങ്ങിലേക്കാണ്. ഇവിടെ നല്ലൊരു ഡൈനിങ് ടേബിളും ഒരു 6 ചെയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഒരു കർട്ടൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ ബ്ലൈൻഡ് വെക്കണ്ടെന്ന് കരുതിയതാണ്. അവിടെ സീലക്കർട്ടൻ തന്നെ വെക്കാമെന്ന് ആദ്യം പ്ലാൻ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു നീളത്തിൽ അങ്ങനെ ഫുൾ ലെങ്ത്തിൽ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാർബിൾ ടോപ്പ് ടേബിളും അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെയർ നമ്മൾ ആദ്യം ഉണ്ടാക്കിച്ചതായത് കേട്ടോ. നമ്മൾ ഷെഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ 6 ചെയറും നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് നമ്മൾ വീടൊക്കെ പ്ലാനൊക്കെ ഇടുന്നവർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാൽ നമുക്ക് വീടാണ് സമയത്ത് നമ്മൾ അങ്ങോട്ട് ബുദ്ധിമുട്ടിലാവില്ല. കുറച്ചൊക്കെ നമ്മളെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അവിടെ ഒരു ബാമ്പു പ്ലാന്റ് അതും കൊടുത്തിട്ടുണ്ട്. വെക്കുന്ന സമയത്ത് ചെറുതായിരുന്നു, ഇപ്പോൾ അത് നല്ല വലുതായി വന്നിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പിലായിട്ട് നമ്മളൊരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് കുറച്ച് കാരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. പിന്നെ ചുമരിൽ ഒരു വാൾ ഡെക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ പീസുകളൊക്കെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഫാൻസി ലൈറ്റ് അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ പിന്നെ 2 ഹാങ് ലൈറ്റ് ആയിട്ട് ടേബിളിന് മുകളിൽ അങ്ങനെ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫാൻ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഡൈനിങ്ങിൽ നമ്മളെ വീട് ഇങ്ങനെ മേടിക്കണം സാധനങ്ങൾ. പിന്നെ ഡൈനിങ്ങിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വാഷ് ബേസ് ഏരിയ വരുന്നത്. ഡൈനിങ്ങിന്റെ ഇവിടെ ഇതേപോലെ ടെസ്റ്റ് പെയിന്റ് ആണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ലൈറ്റ് മാറ്റാൻ പറ്റുന്ന ഒരു മിറർ അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് ഈ വാഷ് ബേസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ അടുക്കളയ്ക്ക് മേടിച്ചതായിരുന്നു. പിന്നെ അത് അവിടെ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. പിന്നെ അതിന്റെ മുകളിൽ ഒരു ഫാൻസി ലൈറ്റ് ഉണ്ട്. പിന്നെ അടിയിലൊരു ഗ്രാസ് ലൈറ്റ് അതും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പ്ലാന്റ് അതും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഡൈനിങ്ങിന്റെ വിശേഷങ്ങള്. ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം ഈ വാഷ് ബേസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിലേക്ക് അപ്പോൾ നമ്മുടെ ബെഡ്റൂം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാലോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ബെഡ്റൂം. അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അളവും സൈസും കാര്യമൊന്നും നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു വീട് മേടിച്ചതാണ്. അപ്പോൾ മൊത്തത്തിലുള്ളത് അതുപോലും സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നൊന്നും. പിന്നെ അതാ ഇവിടെ ഒരു പഴയ കട്ടിലാണ്. പിന്നെ റോമൻ ബ്ലൈൻസ് അല്ല, ഇവിടെ സാധാ സീബ്ര ലൈൻസ് തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് കർട്ടന്. അതും ആ ചിക്കു കളർ തന്നെ വേണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പം അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു വശത്ത് 3 ഡോറിൻ്റെ വിൻഡോയാണ്, മറ്റേ സൈഡ് 4 ഡോറിൻ്റെ വിൻഡോയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ കട്ടിലൊക്കെ ഇതുപോലെ നമ്മളെ ഷെഡിൽ നിന്ന് തന്നെ ഉള്ള കട്ടിലാണ് കേട്ടോ. വർഷങ്ങൾ പഴക്കമുണ്ട് ഈ കട്ടിലൊക്കെ. അപ്പോൾ നമ്മൾ പുതിയ വീട് വെച്ചെഴുതിയിട്ട് നമുക്ക് നമ്മൾ ഫർണിച്ചറൊന്നും ഒഴിവാക്കാൻ തോന്നിയില്ല. കാരണം
നമ്മൾ വീട് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം നമ്മൾ ഇതായിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഫർണിച്ചറും കാര്യം ആരെങ്കിലും ലിഫ്റ്റ് എന്നൊക്കെ മേടിക്കാമെന്നല്ലാണ്ട് സ്വന്തമായിട്ട് റിസോർട്ട് വാങ്ങിക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട് വാങ്ങിക്കുന്ന മുന്നേ എല്ലാം കുറച്ച് മേടിച്ച് വെക്കാം. പിന്നെ ഇതിനകത്ത് ഒരു അറ്റാച്ച്ഡാണ് ബാത്റൂം. അതിൻ്റെ ക്ലോസറ്റ് വാഷ് ബേസൊക്കെ നമ്മൾ മാറ്റിയതാട്ടോ. സാധാ ആയിരുന്നു അതിലുണ്ടായിരുന്ന ക്ലോസറ്റ്, അതൊക്കെ നമ്മൾ മാറ്റി പുതിയ ഒരു ക്ലോസറ്റ് വെച്ചെടുത്തു, വാഷ് ബേസ് വെച്ചെടുത്തു. പിന്നെ ഇത് നമ്മുടെ പഴയ അലമാരയാണ്, അത് ഈ മൂലൊക്കെ അത് വെച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നിസ്കാര മൂസലൊക്കെ അതിൻ്റെ മുകളിൽ തന്നെയാണ് എടുക്കാൻ എളുപ്പത്തിന് അവിടെ വെച്ചിരിക്കണേ. പിന്നെ ഒരു ഫാൻസി ലൈറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ഫ്രെയിം ഞാൻ തന്നെ വരച്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതാ ഒരു പ്ലാന്റ് അതും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ റൂമിലുള്ള AC എൻ്റെ ഏട്ടത്തി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ റൂമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഡൈനിങ് ഏരിയയ്ക്ക് പോയാലോ. അവിടെയാണ് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഏരിയ വരുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഡൈനിങ്, അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മൾ സ്റ്റെയർ കേസ് ഏരിയ വരുന്നത്. പിന്നെ ഹാൻഡ് റൈഡിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കാലത്ത് ഹാൻഡ് റൈഡിങ് കൊടുക്കും. മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. നമ്മൾ ബെഡ്റൂം എടുത്തായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കട്ടിലോ കടക്കയൊക്കെ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യം വന്നാൽ നമുക്ക് ഹാൻഡ് റൈഡിങ് വെച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തണം. മനസ്സിലുണ്ട്, അതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അതൊക്കെ പ്ലാൻ ഉണ്ട് കേട്ടോ ഉള്ളിൽ. അപ്പോൾ എന്തെങ്കിലും കാലത്ത് അങ്ങനെ ഒന്ന് വെക്കണം. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ടൊരു കോമൺ ബാത്റൂമും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇന്ത്യൻ ക്ലോസറ്റാണ് വരുന്നത്. അത്യാവശ്യം മറ്റേ ബാത്റൂമിന് അത്ര വലുപ്പമില്ലെങ്കിലും അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇതും. ഈ വീട് വാങ്ങിക്കുന്ന സമയത്ത് എന്തായിരുന്നോ അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എപ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ കുറച്ച് ഷവർ, ലൈറ്റ്, കുറച്ച് വയറിങ് ഇതൊക്കെ എക്സ്ട്രാ വെച്ചു എന്നുള്ളൂ. പിന്നെ ഇതാണ് മക്കളെ ബെഡ്റൂം. ഇവിടെ ഇതുപോലെ നമ്മളെ സീബ ബ്ലൈൻഡ്സ് കർട്ടന് ചിക്കു കളർ തന്നെയാണ് കേട്ടോ. അതുപോലെ അടിയിലിടുന്ന മാറ്റും അതുപോലെ തന്നെ ചിക്കു കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനൊരു മേശയും കൂടി ഉണ്ട് കേട്ടോ. ഈ കട്ടിലും അതുപോലെ നമുക്ക് പഴയ കട്ടിൽ തന്നെയാണ്. ഒരു 12 വർഷമൊക്കെ പഴക്കമുണ്ടാവും കേട്ടോ ഈ കട്ടിലൊക്കെ. അപ്പോൾ കട്ടിലും ഫർണിച്ചേഴ്സൊക്കെ അധികവും നമ്മൾ പഴയത് തന്നെയാണ്, പുതിയതൊന്നുമല്ല. പിന്നെ ഡൈനിങ് ടേബിളും സെറ്റ് മാത്രമേ നമ്മൾ പുതിയത് മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഫ്രെയിം വെക്കണം, അവിടെ ഒരു ഫ്രെയിം വെക്കണം എന്ന് കരുതിയിരുന്നു. അപ്പോൾ ആ ഫ്രെയിം നമുക്ക് ഗിഫ്റ്റായി കിട്ടി. ഇവിടേക്ക് ഫ്രെയിം വാങ്ങിക്കാൻ പിന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ കലണ്ടർ വെച്ചിട്ടുള്ളത്. പിന്നെ കുട്ടികൾ പഠിക്കാതിരിക്കലും അതുപോലെ അയൺ ചെയ്യലൊക്കെ ഈ മേശമ്മ തന്നെയാണ്. ഈ മേശ അതുപോലെ ഒരു 10-12 വർഷം പഴക്കമുണ്ടാവും കേട്ടോ ആ മേശക്കും. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. ഇതിനൊന്നും മൂടിയിട്ടിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാലത്ത് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികളെ മുസല്ല, ബാഗ് അതൊക്കെ അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പഴയ വീട് ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ മേടിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് മേടിക്കുക. ഞങ്ങൾക്ക് തന്നെ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടോ. നമ്മൾ ഈ വീട് മേടിക്കുന്ന സമയത്ത് പെയിൻ്റൊക്കെ അടിച്ച് തന്നുകൊണ്ട് നമുക്കിതിൻ്റെ ഉള്ളിലുള്ളതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പം ചൂടൊക്കെ കാലാവസ്ഥയിലെ അപ്പോൾ ഈ പുട്ടിയൊക്കെ ഇളകി അതിൻ്റെ വിള്ളലൊക്കെ നല്ലോണം പുറത്തേക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ട്. പിന്നെ തറമ്മലുള്ള വിള്ളലല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു സമാധാനത്തിലിരിക്കുകയാണ്. അപ്പം ആരെങ്കിലും പഴയ വീടൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ചുമരൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് നോക്കട്ടോ. നമ്മൾക്ക് തന്നെ പറ്റിപ്പോയി. അന്നിങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് കണ്ടപ്പോൾ പിന്നെ ഒരു വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടല്ലല്ലോ, അവർ സ്വന്തം ആവശ്യത്തിന് മേടിച്ച് ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ പിന്നെ നമ്മൾ വിശ്വാസത്തിൽ അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഇപ്പോൾ ആരെയും നമുക്കിതിൽ കുറ്റം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്താ പറയുക, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ വീട് തന്നെയാണ്. അപ്പോൾ പിന്നെ ഒരിക്കലും നമ്മൾ കയറ്റാൻ ഉണ്ടാക്കിയ വീട് എങ്ങനെയായാലും ഇങ്ങനെ ചെയ്യൂലല്ലോ, മനഃപൂർവ്വം ചെയ്യൂലല്ലോ. തറൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. ഏതായാലും എന്തെങ്കിലുമൊക്കെ അതിന് പരിഹാരം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണം. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കട്ടോ പഴയ വീട് എടുക്കണ. പിന്നെ അടുക്കളയിലേക്ക് കയറുന്നിടത്ത് നമ്മളൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട് ആയത്തുൽ കുർസിൻ്റെ. പിന്നെ അടുക്കള അത്യാവശ്യം വലിപ്പമുള്ള ഒരു അടുക്കള തന്നെയാണ്, അത്ര ചെറുതൊന്നുമല്ല. പിന്നെ ഈ കുപ്പികൾ വെക്കുന്ന സ്റ്റാൻഡൊക്കെ നമ്മൾ ഇതിലേക്ക് വന്നതിന് ശേഷം വെപ്പിച്ചതാണ് കേട്ടോ. ആ സ്റ്റാൻഡൊന്നും ഇല്ലായിരുന്നു. വെളിച്ചെണ്ണ വെക്കുന്നതും ഈ ചെറിയ കുപ്പികളും ആ ചിമ്മിണിക്കൂണ്ടുള്ളിലെ റാക്കും ഒക്കെ നമ്മൾ ഇതിലേക്ക് വന്ന ശേഷം വെപ്പിച്ചതാണ്. പിന്നെ കുറച്ച് പ്ലേറ്റ് ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റ് കുറച്ച് നമ്മൾ മേടിച്ചതാണ്. പിന്നീട് കുറച്ച് നമ്മൾ കുടിർക്കലിന് കുറേ പ്ലേറ്റ് അങ്ങനെ ഗിഫ്റ്റും കിട്ടിട്ടോ. അനിയത്തിയെ കാണുമ്പോൾ പറയും, പെറ്റെടുക്കുന്ന കുട്ടികളുടെ വീട്ടിൽ ചെന്ന മരിക്കുന്നുണ്ട്, തുണികളിങ്ങ് വെള്ള കഷ്ണം തോട്ട പോലെ ഉണ്ട് അടുക്കളയ്ക്ക് വരുമ്പോൾ അങ്ങനെ പറയട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ കുടിർക്കലിന് ഗിഫ്റ്റ് കിട്ടിയതുണ്ട്. പിന്നെ ആദ്യം ഞാൻ പറയില്ല, ഞങ്ങൾ ഷെഡിൽ നിൽക്കുന്ന അന്നത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അന്നും പാത്രത്തിനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇതുപോലെ കുറച്ചൊക്കെ വാങ്ങി വെച്ചുകൊണ്ട്. പിന്നെ ഇവിടെ ഒരു മിക്സി അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഗ്യാസ് സ്റ്റവ് വരുന്നത്. ഗ്യാസ് സ്റ്റവ് ഈ പറഞ്ഞ പോലെ
നമ്മൾ 10 വർഷം പഴക്കമുണ്ട്. പക്ഷേ കണ്ടാൽ തോന്നില്ല കേട്ടോ. ഇപ്പോഴും നല്ല പെർഫെക്ഷൻ തന്നെ കേട്ടോ. നല്ല കത്തണീനോ ഒന്നിനൊരു ബുദ്ധിമുട്ടായില്ല കേട്ടോ. നല്ല ഗ്യാസ് സ്റ്റവാണ്. ഷെറോണയാണ് ബ്രാൻഡ് പോലും ചില ബ്രാൻഡ് അങ്ങനെയാണല്ലോ, പേര് കേട്ടൊന്നല്ലെങ്കിലും നല്ല കമ്പനി ആയിരിക്കും കേട്ടോ. പിന്നെ എന്തോ അവരങ്ങനെ പൊന്തി വരാതെ അങ്ങനെ താന്നു പോക്കാണ് ഇല്ല അങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ. പിന്നെ അതവിടെ സാധാ അടുപ്പ് തന്നെയാണ്, ആലുവ അടുപ്പൊന്നുമല്ല. ഇപ്പം ഞാൻ കുറച്ച് നോമ്പായതിനു ശേഷം കുറച്ച് തീമൂട്ടലൊക്കെ ഒന്ന് ഒഴിവാക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും തീമൂട്ടേണ്ടി വരും. കാരണം ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ കറണ്ട് ലൈറ്റ് ഇടാൻ പോലും പേടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇതിൽ മൺകാലാണ് വെക്കൽ. അപ്പോൾ പിന്നെ പുക പിടിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതും ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ വെച്ചതാണ് കേട്ടോ അവിടെ. പിന്നെ എവിടെയാണ് നമ്മളെ ഫ്രിഡ്ജ് വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഫ്രിഡ്ജ് ഇട്ടിപ്പം പഴയ ഫ്രിഡ്ജ് നമ്മളെ നെയ്ബറിന് കൊടുത്തിട്ട് അവർക്ക് ഫ്രിഡ്ജില്ലായിരുന്നു. ഇത് പിന്നെ നല്ല ഹെയറിൻ്റെ ബ്രാൻഡ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ബാക്കിലാട്ടോ നമുക്കൊരു ഷോക്കേസ് വരുന്നത്, പാത്രമൊക്കെ വെക്കുന്നത്. അത് അതിൻ്റെ ബാക്കിൽ വിട്ടുപോയി. കാരണം വീട്ടിലുള്ളവർ ആദ്യം വെച്ചിരുന്നത് അവരവിടെ ഡൈനിങ്ങിലായിരുന്നു ഫ്രിഡ്ജ് വെച്ചിരുന്നത്. പിന്നെ ഈ സ്റ്റൂൾ നമുക്ക് റാക്കുമ്മലൊക്കെ കയറാൻ നല്ല സൗകര്യമുള്ള സ്റ്റൂളാണ് കേട്ടോ. നല്ല ഹൈറ്റിൽ പോവും. അപ്പം അതൊരു സ്റ്റൂള്, അതെപ്പോഴും നമുക്ക് അടുക്കളയിലാണല്ലോ ആവശ്യം, അത് അവിടെ വെച്ചതാണ് കേട്ടോ. പിന്നെ അതാ നമ്മളെ പഴയ വീടിൻ്റെ ഷെഡ് പൊളിച്ചപ്പം അന്ന് കുറച്ച് കടപ്പക്കല്ലുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ റാക്ക് നമ്മളിങ്ങനെ കടപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഈ ഒറ്റ കബോർഡ് ഇതായിരുന്നു ഷെൽഫായിരുന്നത്. അത് നമ്മൾ 2 ആക്കിയിട്ട് അങ്ങനെ പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മോൾ ഭാഗം വെറുതെ പോകണ്ടല്ലോ, അവിടെ എന്തെങ്കിലും വെക്കാമല്ലോ. പിന്നെ ഇവിടെയാണ് മിക്സിൻ്റെ ജാറ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അടുക്കളേൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളോട് കുറച്ച് കൂട്ടുകാരിങ്ങനെ ചോദിക്കുക ഹോം ടൂർ ചെയ്യുമോ എന്ന് കേട്ടോ. അപ്പോൾ ഞാനത് ഒന്നാമത് ചെയ്യാൻ മടിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊന്നുമല്ല ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അവരിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ വാക്കിനൊരു വില കൽപ്പിക്കണമല്ലോ. അതുകൊണ്ട് മാത്രമായിട്ട് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. പിന്നെ അതായത് നമ്മൾ പുറത്തേക്ക് ഇറക്കി കെട്ടുണ്ടാക്കിയതാണ്. വർക്കേരി ആക്കണം ഇൻഷാ അല്ലാഹ് ഭാവിയിൽ എന്ന് കരുതിയിട്ട്. നമ്മളെ പഴയ വീടിൻ്റെ ബാത്റൂമും ഒരു വർക്കേരി ഉണ്ടായിരുന്നു. ഷെഡ് ഒരു അപ്സറ്റോസിൻ്റെ അവിടുന്ന് കുറച്ച് അപ്സറ്റോസും കമ്പിയും അങ്ങനെ കിട്ടിയപ്പം അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇറക്കി കെട്ടിയൊരു വർക്കേരി എടുത്തു. ഇനി ഇത് നമുക്കൊരു അടുക്കളയാക്കി ഇൻഷാ അല്ലാഹ് ഭാവിയിൽ മാറ്റണം എന്നെങ്കിലും ഒരു കാലത്ത്. പിന്നെ ഒരു വാഷിംഗ് മെഷീനും അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോപ്പും സാബൂനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മളെ കല്യാണത്തിന് മണിയറയ്ക്ക് മേടിച്ച അലമാരയാണ്. 17 വർഷമായിട്ട് നമ്മളപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൂപ്പര്. അപ്പോൾ അവരെയും നമുക്ക് ഒഴിവാക്കാൻ തോന്നണില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു തയ്യൽ മെഷീനും ഒരു ഫാനും ഉണ്ട്. പിന്നെ എവിടെയാണ് കേട്ടോ തുണിയൊക്കെ തോരടൽ. പിന്നെ അതാ ബാക്കിലേക്ക് പറഞ്ഞില്ലേ കുറച്ച് സ്ഥലമുള്ളത് ബാക്കിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. അതിനടുത്ത് തന്നെ ആയിട്ട് ഒരൽക്കുകല്ലും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു തെങ്ങുണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് കൃഷിയൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തായിട്ടൊക്കെ പിന്നെ കാണിച്ചു തരണ്ടേ. ഇതാ കിണർ നമ്മൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ കിണർ അവർക്ക് കളയണ്ടെന്ന് കരുതിയിട്ടാണ് ഈ വീട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വലിച്ചതെന്നാണ് ഞാൻ പറയണത് കേട്ടത് കേട്ടോ. ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കിണറായിരുന്നു. അപ്പോൾ ആ കിണർ ഒഴിവാക്കാൻ മടിച്ചിട്ട് വീട് മുന്നിലേക്ക് വിട്ടതാണ്. പിന്നെ റോഡിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം പോയി. അങ്ങനെയാണ് ഫ്രണ്ടില്ലാണ്ടായത് കേട്ടോ വീടിന്. പിന്നെ ഇവിടെ അമ്മിത്തിണ്ടുണ്ട്, അമ്മിയില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ കുട്ടികളെ മീൻകുളം കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു നെറ്റ് വെച്ചിരിക്കണ വേറെ ഒന്നിനല്ല, രാത്രി കിടക്കുമ്പോൾ പട്ടിയോ പൂച്ചയൊന്നും അകത്ത് കയറാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.